വയനാട്ടിലെ പ്രോജക്റ്റിന്റെ വലിയൊരു ഘട്ടം കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടി ഒരു ഉച്ചതിരിഞ്ഞ് ദൂരെയുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാൻ തീരുമാനിച്ചു. നന്ദ അന്ന് ഒരു ലൈറ്റ് ക്രീം നിറത്തിലുള്ള ഷിഫോൺ സാരിയാണ് ഉടുത്തത്. ആ സാരിയിൽ അവൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. എന്താ നന്ദൂട്ടി, ഇന്ന് സാരി നിനക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടോ. ബംഗ്ലാവിന്റെ പടിക്കൽ വെച്ച് അർജുൻ അവളെ നോക്കി. നന്ദയുടെ കണ്ണുകൾ ഒന്നു വിടർന്നു. ഗൗതം അവിടെ ജീപ്പിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ നന്ദയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഗൗതമിന്റെ ആ നോട്ടം തന്റെ മേൽ പതിഞ്ഞപ്പോൾ നന്ദയുടെ ഹൃദയം ഒന്നു വേഗത്തിൽ മിടിച്ചു. സിദ്ധാർത്ഥ് തന്റെ കാറിൽ അല്പം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിന് അരികിലെത്തിയപ്പോൾ കോടമഞ്ഞ് പതുക്കെ താഴ്വരയെ പൊതിഞ്ഞു തുടങ്ങിയിരുന്നു. അവർ പാറക്കെട്ടുകളിലൂടെ പതുക്കെ മുകളിലേക്ക് നടന്നു. അപ്പുക്കുട്ടൻ മീരയുടെ കൈപിടിച്ചു മുന്നേ ഓടുന്നുണ്ട്. നന്ദാ, സൂക്ഷിച്ചു നടക്ക്. സാരി ഉടുത്തിട്ട് വഴുതാൻ സാധ്യതയുണ്ട്, നേന അവളുടെ തൊട്ടുപുറകെ നടന്നു ഉപദേശിച്ചു. പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ടത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മഴ ആർത്തലച്ചു പെയ്തു. മരങ്ങൾക്കിടയിലൂടെ മഴത്തുള്ളികൾ ശക്തിയായി പതിക്കാൻ തുടങ്ങിയതോടെ എല്ലാവരും ചിതറി ഓടി. ഓടിക്കോ നേന, അങ്ങോട്ട് വായോ. അർജുൻ മീരയും അപ്പുവിനെയും കൂട്ടി ദൂരെയുള്ള ഒരു ചെറിയ കടയുടെ ഷെഡിന് താഴേക്ക് ഓടി. സിദ്ധാർത്ഥും അവരുടെ കൂടെയുണ്ടായിരുന്നു. എന്നാൽ നന്ദയും ഗൗതമും നേനയും അല്പം പിന്നിലായിപ്പോയി. മഴ കനത്തതോടെ മുന്നോട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. വാ, ഈ പാറയുടെ ഇടയിലേക്ക് നിൽക്കാം. ഗൗതം അവരുടെ കൈപിടിച്ച് ഓടി. അവർ ഒരു വലിയ പാറയിടുക്കിന് താഴേക്ക് കിതച്ചുകൊണ്ട് ഓടിക്കേറി. മഴ കനത്തു പെയ്യുകയാണ്. കാറ്റിൽ മഴത്തുള്ളികൾ തെറിച്ച് അവരുടെ മേൽ വീഴുന്നുണ്ട്. നന്ദയുടെ സാരി ആകെ നനഞ്ഞു കുതിർന്നു. നനഞ്ഞ സാരി അവളുടെ ശരീരത്തോട് ചേർന്നു നിന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പാറിവീഴുന്നുണ്ടായിരുന്നു. തണുപ്പുകൊണ്ട് അവൾ പതുക്കെ വിറച്ചു. ഗൗതം തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൻ മുടിയിലെ വെള്ളം തുടക്കുന്നതിനിടയിൽ അവിചാരിതമായി നന്ദയെ നോക്കി. ആ നിമിഷം അവന്റെ കൈകൾ ചലനമറ്റതുപോലെയായി. താൻ കണ്ടു വളർന്ന ആ ചെറിയ നന്ദൂട്ടിയല്ല തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഗൗതം ആദ്യമായി തിരിച്ചറിഞ്ഞു. നനഞ്ഞു കുതിർന്ന സാരിയിൽ അവൾ ഒരു പൂർണ്ണവതിയായ സ്ത്രീയായി അവൻ തോന്നി. അവളുടെ മുഖത്തെ നിഷ്കളങ്കതയും നനഞ്ഞ സാരിയിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ ശരീരവടിവും ഗൗതമിന്റെ ഉള്ളിൽ അറിയാത്തൊരു പരിഭ്രമം ഉണ്ടാക്കി. അവൻ വേഗത്തിൽ കണ്ണു മാറ്റി. പക്ഷേ വീണ്ടും അറിയാതെ അവന്റെ നോട്ടം അവളിലേക്ക് തന്നെ ചെന്നു. നന്ദ തണുപ്പു മാറ്റാൻ തന്റെ കൈകൾ ചേർത്തു പിടിച്ചു നിൽക്കുകയാണ്. അവളുടെ കഴുത്തിലെ ആ ചെറിയ പെൻഡന്റ് മെഴുകുതിരി വെളിച്ചം പോലെ ആ വെട്ടത്തിൽ തിളങ്ങുന്നുണ്ട്. നന്ദ തലയുയർത്തി അവനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു വല്ലാത്ത കാന്തികത ഉണ്ടായിരുന്നു. നേന തൊട്ടപ്പുറത്തുനിന്ന് മഴ ആസ്വദിക്കുകയായിരുന്നു. എന്ത് രസമാല്ലേ ഏട്ടാ ഈ മഴ. പക്ഷേ നമുക്ക് ബംഗ്ലാവിൽ എത്താൻ പറ്റുമോ എന്ന് അറിയില്ല. ഗൗതം നേനയോട് മറുപടി പറഞ്ഞെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ നന്ദയിലായിരുന്നു. അവൾ സാരിയുടെ തലപ്പുകൊണ്ട് മുഖത്തെ വെള്ളം തുടക്കുന്നത് അവൻ നോക്കി നിന്നു. നന്ദയുടെ ഓരോ ചലനവും ഗൗതം ശ്രദ്ധിക്കാൻ തുടങ്ങി. താൻ ഇത്രയും കാലം കാണാതെ പോയ ആ സൗന്ദര്യം ഗൗതമിനെ വല്ലാതെ ആകർഷിച്ചു. മഴ അല്പം കുറഞ്ഞപ്പോൾ അവർ പതുക്കെ താഴേക്ക് നടന്നു. വഴുതുന്ന പാറകളിൽ നന്ദ കാലിടറിയപ്പോൾ ഗൗതം വേഗം അവളുടെ അരകെട്ടിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു. ആ സ്പർശനം രണ്ടുപേരിലും ഒരു മിന്നൽ പിണർ പായിച്ചു. നന്ദ ഗൗതമിനെ നോക്കി. ഗൗതമിന്റെ കണ്ണുകളിൽ പഴയ ആ വാത്സല്യമല്ല, മറിച്ച് മറ്റെന്തോ ഒരു ഭാവമാണെന്ന് അവൾക്കു തോന്നി. ബംഗ്ലാവിൽ തിരിച്ചെത്തിയ നന്ദ വേഗം മുറിയിൽ പോയി ഡ്രസ് മാറി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ തന്റെ കഴുത്തിലെ പെൻഡന്റിൽ തൊട്ടുനോക്കി. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ ഗൗതമും ഉറക്കമില്ലാതെ തന്റെ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് നന്ദ അറിഞ്ഞില്ല. മഴ തോർന്നെങ്കിലും വയനാടൻ കാടുകളിൽ അതിന്റെ തണുപ്പ് ബാക്കിയായിരുന്നു. ബംഗ്ലാവിനുള്ളിൽ എല്ലാവരും രാത്രി ഭക്ഷണത്തിനായി ഒത്തുകൂടി. സാധാരണ നന്ദയുടെ തമാശകൾക്കും കളിയാക്കലുകൾക്കും മറുപടി കൊടുക്കാറുള്ള ഗൗതം അന്ന് അല്പം നിശബ്ദനായിരുന്നു. അവൻ തന്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കി ഇരുന്നെങ്കിലും അവന്റെ മനസ്സ് ഇപ്പോഴും ആ വെള്ളച്ചാട്ടത്തിന് അരികിലായിരുന്നു. നനഞ്ഞു കുതിർന്ന സാരിയിൽ തണുത്തു വിറച്ചു നിന്ന നന്ദയുടെ ആ രൂപം അവന്റെ ഓർമ്മകളിൽ നിന്നും മായുന്നില്ല. താൻ എന്നും കുട്ടി എന്ന് കരുതി ചേർത്തു പിടിച്ചിരുന്ന നന്ദൂട്ടിയിൽ വന്നിരിക്കുന്ന ഈ മാറ്റം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഗൗതമേട്ടാ, ഈ ചിക്കൻ കറി അത്ര പോരാ അല്ലേ? ഏട്ടൻ എന്താ ഒന്നും കഴിക്കാത്തത്? നേനയുടെ ചോദ്യം കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഗൗതം ഒന്ന് ഞെട്ടി. ഏയ്, അതൊന്നുമില്ല നേന. ഞാൻ ഓരോ ബിസിനസ് കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാ. അവൻ അറിയാതെ നന്ദയെ ഒന്നു നോക്കി. അവൾ അപ്പോൾ അപ്പുക്കുട്ടന് ചോർ നൽകുന്ന തിരക്കിലായിരുന്നു. കൈമുട്ടുവരെ ടീഷർട്ടിന്റെ കൈ തെറുത്തുവച്ചിട്ടുണ്ട്, പകുതി മെടഞ്ഞിട്ട മുടി. അവളുടെ ആ രീതിയെല്ലാം ഗൗതം ആദ്യമായി ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ ഓരോ തവണ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അവളുടെ ചലനങ്ങളിൽ ഒരു പ്രത്യേക താളമുണ്ടെന്ന് അവൻ തോന്നി. ഇതെന്താ എനിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അവൻ സ്വയം ചോദിച്ചു. തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോഴും ഗൗതം ഒരു മൂലയിൽ ലാപ്ടോപ്പുമായി ഇരുന്നു. പക്ഷേ അവന്റെ ശ്രദ്ധ മുഴുവൻ നന്ദയിലായിരുന്നു.
അവൾ അപ്പുവിനെ കളിപ്പിക്കുമ്പോൾ അവളുടെ സാരിയുടെ തലപ്പ് നിലത്ത് ഇഴിയുന്നുണ്ട്. അവൾ പതുക്കെ അത് എടുത്ത് തോളിലേക്ക് ഇടുമ്പോൾ അവളുടെ കഴുത്തിലെ ആ നേർത്ത ഞരമ്പുകൾ തെളിയുന്നത് അവൻ നോക്കിനിന്നു. വേണ്ട ഗൗതം. അവൾ നിന്റെ അനിയത്തി കുട്ടിയെപ്പോലെയല്ലേ? ഈ തോന്നലുകൾ തെറ്റാണ്, അവൻ തന്റെ മനസ്സിനെ ശകാരിച്ചു. പക്ഷേ കണ്ണ് വീണ്ടും അവളിലേക്ക് തന്നെ ചെന്നു. അവൾ എഴുന്നേറ്റ് നടന്നപ്പോൾ അവളുടെ സാരിയുടെ ഞൊറികൾക്കിടയിലൂടെ കാണുന്ന ആ പാദസരത്തിനു പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവനു തോന്നി. നന്ദ, നീ ആ പുതിയ പ്രോജക്റ്റിന്റെ ലാൻഡ്സ്കേപ്പിംഗ് സ്കെച്ച് എടുത്തോ? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഗൗതം അല്പം ഗൗരവം വരുത്തി അവളോട് ചോദിച്ചു. തന്റെ ഉള്ളിലെ മാറ്റം ആരും അറിയാതിരിക്കാൻ അവൻ ഒരു പ്രൊഫഷണൽ മുഖം മൂടി അണിഞ്ഞു. എടുക്കാം ഏട്ടാ. ഞാൻ ഇപ്പോൾ വരാം. നന്ദ ചിരിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് ഓടി. അവൾ തിരിച്ചു വന്നപ്പോൾ കയ്യിൽ വലിയൊരു ചാർട്ടുണ്ടായിരുന്നു. അവൾ ഗൗതമിന്റെ അടുത്തായി സോഫയിൽ ഇരുന്നു. അവൾ അടുത്തു വന്നിരുന്നപ്പോൾ അവളുടെ മുടിയിലെ നനവും സോപ്പിന്റെ നേർത്ത ഗന്ധവും അവന്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. ഗൗതമിന്റെ ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിച്ചു. നോക്കിയേ ഏട്ടാ, ഈ ഏരിയയിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാലോ? അവൾ പ്ലാനിലേക്ക് വിരൽ ചൂണ്ടി ആവേശത്തോടെ സംസാരിക്കുകയാണ്. നന്ദ സംസാരിക്കുമ്പോൾ അവളുടെ ചുണ്ടുകളുടെ ചലനവും സംസാരിക്കുമ്പോഴുള്ള ആ കണ്ണ് ചിമ്മലും ഗൗതം നോക്കിനിന്നു. അവൾ പറയുന്നത് ഒന്നും അവന്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അവളുടെ വിരലുകൾക്ക് പോലും പ്രത്യേക ഭംഗിയാണ്. ഏട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നന്ദ സംശയത്തോടെ അവനെ നോക്കി. ആ കേൾക്കുന്നുണ്ട്. നല്ല ഐഡിയ ആണ്. നീ അത് വരച്ചോ? ഗൗതം പരുമലോടെ പറഞ്ഞു. അവൾ പ്ലാൻ മാറ്റിവെച്ച് എഴുന്നേറ്റപ്പോൾ ഗൗതം ഒരു ദീർഘശ്വാസം വിട്ടു. താൻ എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്യുന്നത് പോലെ അവൻ തോന്നി. അവൻ വേഗം മുറ്റത്തെ വരാന്തയിലേക്ക് ഇറങ്ങി. പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ട്. അത് തന്റെ തലച്ചോറിനെ ഒന്ന് തണുപ്പിക്കുമെന്ന് അവൻ കരുതി. സിദ്ധാർത്ഥ് വരാന്തയുടെ അറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഗൗതമിനെ ഒന്നു നോക്കി. സിദ്ധാർത്ഥിന്റെ ആ കൂർത്ത നോട്ടം കണ്ടപ്പോൾ ഗൗതമിന് വല്ലാത്തൊരു ഭയം തോന്നി. സിദ്ധു എന്റെ ഉള്ളിലിരിപ്പ് അറിഞ്ഞിട്ടുണ്ടാകുമോ? അവൻ വേഗം അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നു. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല. അവൻ ദൂരെയുള്ള കാട്ടിലേക്ക് നോക്കി നിന്നു. ആ മൗനം ഗൗതമിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ഗൗതമിന് ഉറക്കം വന്നില്ല. അവൻ കണ്ണടച്ചപ്പോൾ മഴയത്ത് പാറയിടുക്കിൽ നനഞ്ഞു നിൽക്കുന്ന നന്ദയുടെ രൂപമാണ് തെളിഞ്ഞുവന്നത്. അവളുടെ ആ കണ്ണുകളിലെ തിളക്കം, നനഞ്ഞ സാരിയിൽ അവളിലെ ആ ഒരു വശ്യത. അവൻ പുതപ്പ് തലവഴി മൂടിക്കിടന്നു. നാളെയോടെ ഇതെല്ലാം മാറും. ഞാൻ പഴയ ഗൗതമാകും, അവൻ സ്വയം ഉറപ്പിച്ചു. പക്ഷേ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് തുളസിത്തറയ്ക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്ന നന്ദയെ കണ്ടപ്പോൾ വീണ്ടും അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സാരി അല്പം ഉയർത്തിപ്പിടിച്ച് അവൾ പതുക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ഗൗതം അവളെ നോക്കി. താൻ അവളെ പ്രണയിക്കാൻ തുടങ്ങുകയാണോ? അതോ വെറുമൊരു ആകർഷണമോ? ആ ചോദ്യം ഗൗതമിനെ വേട്ടയാടാൻ തുടങ്ങി. എന്നാൽ നന്ദ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൾ പഴയതുപോലെ ഗൗതമിനെ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ ചുറ്റും കറങ്ങി നടന്നു. അവൾ ഓരോ തവണ ഏട്ടാ എന്ന് വിളിക്കുമ്പോഴും ഗൗതമിന്റെ ഉള്ളിൽ ഒരു ചെറിയ നോവ് അനുഭവപ്പെട്ടു. താൻ അവളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കണം എന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ മനസ്സ് അറിയാതെ അവൾ എവിടെയാണെന്ന് തിരഞ്ഞുകൊണ്ടിരുന്നു. അവളെ എവിടെയെങ്കിലും കണ്ടാൽ ഗൗതമിന്റെ കണ്ണുകൾ അവിടെ ഉടക്കി നിൽക്കും. ആരും കാണാതെ, ആരും അറിയാതെ ഗൗതം എന്ന പുരുഷൻ നന്ദ എന്ന സ്ത്രീയെ തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു. വയനാടൻ മലനിരകളിൽ മഞ്ഞ് പെയ്യുന്നത് പോലെ ഗൗതമിന്റെ ഉള്ളിൽ പ്രണയം പതുക്കെ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത് പുറത്തു കാണിക്കാതെ അവൻ ഒരു അഭിനയത്തിന് തുടക്കമിട്ടു. വയനാട്ടിലെ ആ ബംഗ്ലാവിൽ അന്നൊരു അവധി ദിവസത്തിന്റെ ആലസ്യമായിരുന്നു. പ്രോജക്റ്റിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കാമെന്ന് അർജുൻ തീരുമാനിച്ചു. രാവിലെ മുതൽ തന്നെ ഹാളിൽ വലിയ ബഹളമാണ്. മീരയും ശ്രീദേവിയും ചേർന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പുക്കുട്ടൻ തന്റെ ചെറിയ സൈക്കിളുമായി എല്ലാവർക്കും ചുറ്റും ഓടുന്നുണ്ട്. ഗൗതം വരാന്തയിലെ ഈസി ചെയറിൽ ഇരുന്നു ഒരു പത്രം വായിക്കുകയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ മുറ്റത്ത് അപ്പുക്കുട്ടന്റെ കൂടെ കളിക്കുന്ന നന്ദയിലായിരുന്നു. അവൾ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. സാരിയല്ലെങ്കിലും ആ വസ്ത്രത്തിലും അവൾക്ക് വല്ലാത്തൊരു എടുപ്പുണ്ടെന്ന് ഗൗതം കണ്ടു. ഓടിക്കളിക്കുന്നതിനിടയിൽ അവളുടെ ഷാൾ പതുക്കെ നിലത്തേക്ക് ഊർന്നു വീണു. നന്ദ അതറിയാതെ അപ്പുവിന്റെ പിന്നാലെ ഓടി. ഗൗതമിന്റെ ശ്വാസം നിലച്ചുപോയി. തന്റെ കണ്ണുകളെ പിടിച്ചു മാറ്റാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു. അവൻ മനസ്സിനോട് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ അവളിലെ ആ തുടിപ്പും ഭംഗിയും കാണാതിരിക്കാൻ അവൻ കഴിഞ്ഞില്ല. ഗൗതമേട്ടാ, ഒന്ന് ഇവിടെ വന്നേ, ഈ മരത്തിന്റെ കൊമ്പ് ഒന്ന് വെട്ടിമാറ്റണം. അപ്പുവിന് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല, നേന മുറ്റത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ഗൗതം പതുക്കെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. നന്ദ അപ്പോഴേക്കും അപ്പുവിനെ എടുത്തു വായുവിൽ പൊക്കി ചിരിക്കുകയായിരുന്നു. അവളുടെ ആ കിലുകിലെയുള്ള ചിരി ഗൗതമിന്റെ ഉള്ളിലെവിടെയോ തറച്ചുകൊണ്ടിരുന്നു. നന്ദ ഗൗതമിനെ കണ്ടതും അപ്പുവിനെ താഴെ ഇറക്കി നിർത്തി. ഏട്ടാ, നോക്കിയേ, അപ്പൂസ് ഇപ്പോൾ സൈക്കിൾ നന്നായി ചവിട്ടുന്നുണ്ട് കേട്ടോ, നന്ദ ആവേശത്തോടെ പറഞ്ഞു. ഓടിയതിന്റെ ക്ഷീണത്തിൽ അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങുന്നു.
കണ്ടു, ഗൗതം ഗൗരവം നടിച്ചു പറഞ്ഞു. അവൻ നന്ദയുടെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അവളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നുള്ള ഗന്ധം അവനെ വീണ്ടും അസ്വസ്ഥനാക്കി. സിദ്ധാർത്ഥ് അപ്പോഴാണ് തന്റെ മുറിയിൽ നിന്നും ഇറങ്ങിവന്നത്. അവൻ എല്ലാവരെയും ഒന്നു നോക്കി. അർജുൻ, ഇന്ന് വൈകുന്നേരം നമുക്ക് അടുത്തുള്ള ആ വലിയ എസ്റ്റേറ്റ് വരെ ഒന്നു പോയാലോ? അവിടുത്തെ മാനേജർ എന്റെ സുഹൃത്താണ്. ലാൻഡ്സ്കേപ്പിംഗിന് ആവശ്യമായ ചില അറേഞ്ച്മെന്റ്സ് അവിടെ കിട്ടും. നല്ല ഐഡിയ ആണ് സിദ്ധു. എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു ചെറിയ ട്രിപ്പും ആകുമല്ലോ. അർജുൻ സമ്മതിച്ചു. വൈകുന്നേരം അവർ എല്ലാവരും കൂടി എസ്റ്റേറ്റിലേക്ക് തിരിച്ചു. വലിയ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴിയിലൂടെ അവർ നടന്നു. അർജുനും മീരയും മുന്നിൽ നടന്നു. നേനയും അപ്പുക്കുട്ടനും അവർക്ക് പിന്നാലെ. ഗൗതമും നന്ദയും സിദ്ധാർത്ഥും ഏറ്റവും പിന്നിലായിപ്പോയി. എന്തോ ഒന്ന് ഗൗതമിനെ വല്ലാതെ നോവിച്ചു. അവൾ തന്നെ ഇപ്പോഴും ആ പഴയ ഏട്ടനായിട്ടാണ് കാണുന്നത്. പക്ഷേ തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവനൊന്നു തലക്കുടഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നു. എസ്റ്റേറ്റിലെ ഒരു ചെറിയ പുൽത്തകിടിയിൽ അവർ എല്ലാവരും കൂടി ഇരുന്നു. മാനേജർ അവർക്കായി ചൂടുള്ള കാപ്പിയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു. നന്ദ, നീ ആ പുതിയ ഡിസൈനിൽ പറഞ്ഞ ആ വലിയ വില്ലയുടെ പ്ലാൻ ഒന്നുകൂടി പറയൂ, സിദ്ധാർത്ഥ് പെട്ടെന്ന് ചോദിച്ചു. നന്ദ അതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അവൾ ഓരോ കാര്യങ്ങൾ വിവരിക്കുമ്പോഴും കൈകൾ ചലിപ്പിക്കുന്നത് ഗൗതം ഇമവെട്ടാതെ നോക്കി നിന്നു. അവളുടെ ചുരിദാറിന്റെ കൈകൾ അല്പം കയറി നിൽക്കുമ്പോൾ അവളുടെ ആ ചെറിയ കൈയിലെ വളകൾ കിലുങ്ങുന്നുണ്ട്. ആ ശബ്ദം പോലും അവനിൽ ഒരു പുതിയ തിരമാല സൃഷ്ടിച്ചു. ഗൗതം പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു മാറി നിന്നു. തന്റെ ഉള്ളിലെ വികാരം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെട്ടു പോകുമോ എന്ന് അവൻ ഭയന്നു. തിരിച്ച് ബംഗ്ലാവിൽ എത്തിയപ്പോൾ രാത്രിയായിരുന്നു. എല്ലാവരും തളർന്നിരുന്നു. ഭക്ഷണത്തിനു ശേഷം ഓരോരുത്തരായി ഉറങ്ങാൻ പോയി. ഗൗതം മാത്രം ഹാളിലെ വരാന്തയിൽ ഇരുട്ടിലേക്ക് നോക്കി ഇരുന്നു. പെട്ടെന്ന് ആരോ വരുന്നത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കി. നന്ദയാണ്. അവൾക്ക് ഉറക്കം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഏട്ടൻ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? ഉറക്കം വരുന്നില്ലേ? അവൾ അവന്റെ അരികിൽ വന്നിരുന്നു. ഇല്ല നന്ദ. നീ എന്താ ഉറങ്ങാത്തത്? എനിക്ക് ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. നമ്മുടെ പ്രോജക്റ്റ് എത്ര നന്നായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ഇതിനെല്ലാം കാരണം ഏട്ടനാണ്. അവൾ അവന്റെ കൈയിൽ പതുക്കെ ഒന്നു പിടിച്ചു. ഗൗതം ആകെ തരിച്ചുപോയി. അവളുടെ ആ കൊച്ചു കൈകൾ തന്റെ കൈയിൽ ഇരിക്കുമ്പോൾ ലോകം മുഴുവൻ തന്റെ കൈവെള്ളയിൽ ആണെന്ന് അവൻ തോന്നി. പക്ഷേ അവൻ വേഗം കൈ വലിച്ചു. നന്ദ, രാത്രിയായി, നീ പോയി ഉറങ്ങാൻ നോക്ക്. നന്ദ ഒന്ന് അമ്പരന്നു. ഏട്ടൻ എന്താ പറ്റിയത്? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നു, ഗൗതം ഗൗരവത്തിൽ പറഞ്ഞു എഴുന്നേറ്റുപോയി. നന്ദ അവിടെ തളർന്നിരുന്നു. ഗൗതമേട്ടന്റെ ഈ മാറ്റം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അവൾ ചിന്തിച്ചു. ഗൗതം തന്റെ മുറിയിലെത്തി വാതിലടച്ചു. അവൻ കണ്ണാടിയിൽ തന്റെ മുഖം നോക്കി. നീ എന്തിനാണ് അവളോട് ഇങ്ങനെ പെരുമാറുന്നത് ഗൗതം? അവൾ പാവമാണ്. നിന്റെ ഉള്ളിലെ ഈ പ്രാന്ത് അവളിൽ അടിച്ചേൽപ്പിക്കരുത്, അവൻ തന്റെ നെഞ്ചിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു. പക്ഷേ അവന്റെ ഉള്ളിലെ ആ പുരുഷൻ നന്ദയെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആ തിരിച്ചറിവ് അവനെ വല്ലാതെ ഭയപ്പെടുത്തി.